ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ കേരളം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്കെത്തും. ആവേശം കൊടിയേറിയ കുട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമായി. മോദി ഭരണത്തിന് അറുതി വരുത്താൻ ഇന്ത്യ സഖ്യത്തിന് കരുത്താകുന്ന 20 എംപിമാരെ കേരളമാണ് സംഭാവന ചെയ്യുക. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ കേരളത്തിലെ വോട്ടർമാർ ഇക്കുറി സൂക്ഷ്മ വിലയിരുത്തൽ നടത്തിയാകും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വിധി എഴുതുമ്പോൾ വോട്ടർമാർ വിലയിരുത്തുന്നത് എന്താകും? ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, ശ്രീ M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ KT കുഞ്ഞിക്കണ്ണനും അതുപോലെ ശ്രീ M ജയചന്ദ്രനും ചർച്ചയിലുണ്ട്. ശ്രീ സേനാപതി വേണു ചർച്ചയിലേക്ക് എത്തുകയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നമുക്ക് പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ അത് വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കും എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാണ്ട് 2 മാസക്കാലം നീണ്ടു നിന്നൊരു വലിയ പ്രചാരണം, തെരഞ്ഞെടുപ്പ് പ്രചാരണം, ആ പ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ ഇടത് മുന്നണിയെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷ എത്രമാത്രമാണ്? 2019 ഒരു പശ്ചാത്തലമുണ്ട്. ആ 19 ഒരു അന്തരീക്ഷത്തിലുമല്ല 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. വിശേഷിച്ച് UDF അത് നല്ല ധാരണയുമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ മുമ്പിൽ പല സർവേകളും, മാധ്യമ സർവേകൾ വന്നിരുന്നു. അത് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടു. മാത്രവുമല്ല, മുൻകാല സർവേകൾ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്ത സർവേകളൊക്കെ പരമാബദ്ധങ്ങളായി പോയിട്ടുള്ളതൊക്കെ ഈ കാലത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ ചർച്ചകളായി മാറി. എങ്കിലും ഒരു പൊതു അന്തരീക്ഷത്തിൽ ഇപ്പോൾ UDF മേൽക്കൈ എന്ന നിലയിൽ പറയുന്നവരുടെ ഇടയിൽ LDF ഒരു പ്രതീക്ഷ ഈ പ്രചാരണം അവസാനിക്കുമ്പോൾ ഏത് തരത്തിലാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളും പൊതുവിൽ നോക്കിയാൽ? LDF സംബന്ധിച്ചിടത്തോളം 20 ലോകസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസക്കാലത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ നല്ല മേൽക്കൈ ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമതായിട്ട് 10 വർഷക്കാലത്തെ മോഡി ഭരണം അവസാനിപ്പിക്കണം. പൗരത്വം ഉൾപ്പെടെ മതാധിഷ്ഠിതമാക്കി ഈ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തെ 2025 ആകുമ്പോഴേക്കും ഒരു മതരാഷ്ട്രമാക്കാനുള്ള അജണ്ടയുമായിട്ടാണ് BJP ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാതിരിക്കണം. കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും ജനാധിപത്യ സംവിധാനങ്ങളെയും മോചിപ്പിക്കണം. അതിനാവശ്യമായ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളെ, പ്രത്യേകിച്ച് ആശയപരമായി നോക്കിയാൽ ഇടതുപക്ഷത്തെ പാർലമെൻറ്റിലെത്തിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ശ്രദ്ധ പുലർത്തും. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? 2019 തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധി ഇവിടുന്ന് മത്സരിച്ചു. BJP പുറന്തള്ളിക്കൊണ്ട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അംഗങ്ങളുടെ എണ്ണം രാഹുൽ ഗാന്ധിക്കുണ്ടാകണം എന്ന ഒരു യുക്തിയിൽ ആളുകൾ ചിന്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP സർക്കാരിൻ്റെ ഫാസിസ്റ്റ് അജണ്ടയുടെ പ്രത്യക്ഷ ഇരകളായിത്തീരുന്ന കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി വിഭാഗം സംഘടിതമായി എൻബ്ലോക്കായിട്ട് ഒരർത്ഥത്തിൽ കോൺഗ്രസ്സിന്, UDF പിന്തുണ നൽകി. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. പരമ്പരാഗതമായി UDF കോൺഗ്രസ്സിനും പിന്തുണ നൽകുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സാമൂഹ്യമായ അടിത്തറയായി വർദ്ധിക്കുന്ന സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടെ ശക്തമായ നിലപാട് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യയെ രക്ഷിക്കാനാവൂ എന്ന തിരിച്ചറിവ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ക്രിസ്ത്യാനികൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് പിറകിൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ, BJP എതിർത്ത് ഇത്തരം നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് കാണിച്ച മടിച്ചു നിൽക്കൽ, കോൺഗ്രസിൻ്റെ ഉദാസീനമായ സമീപനം, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ബീരേൻ സിംഗ്. മണിപ്പൂരിൽ ക്രിസ്ത്യൻ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത ബീരേൻ സിംഗ് 2017 വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് BJP ആയാണ്. ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിലെ മുഖ്യമന്ത്രി, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരായ ആളുകൾ BJP ആകുമ്പോൾ പരമ്പരാഗത BJP നേതാക്കളെക്കാൾ അവർ തീവ്രമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. ആസാമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷം 18ാം ലോകസഭയിൽ ശക്തമായ ഒരു സാന്നിധ്യമായാൽ മാത്രമേ BJPയെ ദേശീയ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപനവും ഈ വർഗീയ ഫാസ് നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന്
കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് മതനിരപേക്ഷവാദികളും ന്യൂനപക്ഷങ്ങളും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രകടവുമാണ്. അതുകൊണ്ട് തന്നെ 20 ലോകസഭാ മണ്ഡലങ്ങളിലും ചരിത്രം കുറിക്കുന്ന വിജയമാണ് ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. ശരി കെ ടി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് നേർക്കുനേർ മത്സരം നടക്കുന്നത്. ത്രികോണ മത്സരം തന്നെയാണ് സ്വാഭാവികമായും, കാരണം BJP കൂടി ഉള്ളതുകൊണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് പൂർണ്ണമായും 20 മണ്ഡലങ്ങളിലും അത് ആ നിലയിൽ തന്നെ ഒരു ചിത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ രാജ്യത്ത് ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളും, ഈ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളും മോദി സർക്കാരിനെതിരായ BJPക്കെതിരായ ഒരു പൊതു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാവുകയും ആ നിലയിൽ MP മാരെ വിജയിപ്പിച്ചെടുക്കാനും പോകുന്ന ഒരു നാടാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴും അതിൻ്റേതായ ഒരു വലിയ ആനുകൂല്യം, ഇപ്പോൾ 2019 ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു മുന്നണി മാത്രമാണ് ഉണ്ടായിരുന്നത്, UPA എന്ന മുന്നണിയാണ്. ഇതിപ്പോൾ ഇന്ത്യ മുന്നണി അതിനും അപ്പുറം വിപുലമായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, മറ്റു പാർട്ടികൾ, ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, ഇതെല്ലാം ചേരുന്ന വിപുലമായ ഒരു സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിൽക്കുമ്പോഴും കേരളത്തിൻ്റെ മോദി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം നേടാൻ കഴിയാത്ത വിധം പല വിഷയങ്ങളും ഈ പ്രചരണ കാലത്ത് നിങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ കണ്ടത്. അല്ല ശരത്തെ, ഞങ്ങളെ ഒന്നും പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും മേൽക്കൈയിൽ നിൽക്കുകയാണ്. അത് എല്ലാ സർവേകളും, വിവിധങ്ങളായി നടന്നിട്ടുള്ള എല്ലാ സർവേകളിലും പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 19 നിന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ 18 പ്ലസ് 2 സേനാപതി, ആ സർവേയൊക്കെ ശരിയായിരുന്നെങ്കിൽ 2021 ഇപ്പോൾ കേരളം ഭരിക്കേണ്ടത് UDF ആയിരുന്നു. അല്ല, ഇപ്പോഴത്തെ പല മന്ത്രിമാരും നിയമസഭ പോലും കാണില്ലായിരുന്നു. സർവേയിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടതാണ് അന്നത് കണ്ടപ്പോൾ എല്ലാവരും. ആ കൂട്ടർ തന്നെയാണ് സർവേ ആയിട്ട് വീണ്ടും വന്നിട്ടുള്ളത്. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജിയും അസംബ്ലി തെരഞ്ഞെടുപ്പിലെ അതോടൊപ്പം അല്ല അതെ അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആളുകൾ നമുക്കറിയാം, പരമ്പരാഗതമായിട്ടും എല്ലാ കാലഘട്ടത്തിലും UDFന് അനുകൂലമായി നിലകൊള്ളുന്ന ഒരു കാഴ്ച. അപ്പം ഇനി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് ഉത്തമമായ ഒരു വിശ്വാസം 2019 കുറച്ചുകൂടി മികച്ച രീതിയിൽ, കുറച്ചുകൂടി മികച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2019 നഷ്ടപ്പെട്ട സീറ്റ് ഉൾപ്പെടെ 20 സീറ്റിലും മേധാവിത്വത്തിലാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. അത് കുറച്ചുകൂടി എന്താ പറഞ്ഞ പോളിംഗിന്റെ ദിവസങ്ങളിൽ അടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലേക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുന്ന നിലയിൽ അതാണ് പൊതുവായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കാണുന്നത്. പിന്നെ എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ KT ഇവിടെ സൂചിപ്പിച്ച്, ഞാൻ KTയോട് വിനയപുരസരം, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള KT അങ്ങയുടെ പ്രചരണമൊക്കെ CPM-ന് നടത്താം. ഞാൻ അങ്ങയോട് ബഹുമാനപുരസരം ചോദിക്കുന്നു, 543 പാർലമെന്റ് സീറ്റുകളിൽ CPM മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്ര? നിങ്ങളതിൽ അസാമിലെ എന്താ പറഞ്ഞ ഫാസിസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടെയൊക്കെ എവിടെയെങ്കിലും ഒരു സീറ്റിൽ BJP മത്സരിക്കുന്ന ഒരു സീറ്റിൽ BJPക്കെതിരെ മത്സരിക്കാനുള്ള ശേഷിയോ അതല്ലെങ്കിൽ അതിനുള്ള വോട്ടിംഗ് സംഖ്യയോ ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്കുണ്ട്? 20 സീറ്റ് കൊണ്ട് ഫാസിസത്തെ തടയാൻ പറ്റത്തില്ല. ഫാസിസത്തെ തടയണമെങ്കിൽ 543 സീറ്റുകളിൽ 272 പ്ലസ് 1 273 എത്തിയാലേ ഫാസിസത്തെ തടഞ്ഞ അധികാരത്തിൽ എത്താനായിട്ട് കഴിയും. ഫാസിസത്തെ തടയാൻ പറ്റുമോ? ഏതാ കോൺഗ്രസിന്റെ 40 44 സീറ്റ് കൊണ്ട് ഫാസിസത്തെ തടയാൻ പറ്റുമോ? അല്ല, ഏതായാലും ഇതെല്ലാവരും കൂടി ചേരുമ്പോഴേ ആ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ശക്തി ആർജിക്കാൻ കഴിയുന്ന ആർക്കാണ് അറിയാത്തത്? കോൺഗ്രസ് ഈ 44 നിങ്ങൾ തന്നെ എത്ര സീറ്റിലേക്ക് ഉയരും? ഈ 44 നിന്ന് പരമാവധി അത് തന്നെ വളരെ കഷ്ടപിടിച്ചൊരു കാലത്താണ് നിൽക്കുന്നത്. പരസ്പരം ആക്ഷേപിക്കുന്നതിൽ സേനാപതി എന്തർത്ഥമാണുള്ളത്? അല്ല, ആക്ഷേപം ആരാണ് നടത്തുന്നത്? ആക്ഷേപം നടത്തുന്ന ആളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ബീരേൻ സിംഗ് സർക്കാരിന്, കോൺഗ്രസിന് 2012 48 MLA-മാർ മണിപ്പൂരിൽ, 2017 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അത് 28 ആകുന്നു. എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ബീരേൻ സിംഗും കൂട്ടരും അപ്പാടെ കോൺഗ്രസ്സുകാർ നേരെ BJP-ക്കാരാകുന്നു, മണിപ്പൂർ സർക്കാരുണ്ടാകുന്നു. സംഘ് പരിവാറിലെ പരമ്പരാഗത സംഘ് പരിവാറുകാരേക്കാൾ ഏറ്റവും വലിയ തീവ്ര ഹിന്ദുത്വവാദികളായ ബീരേൻ സിംഗും കൂട്ടരും മാറുന്നു. മണിപ്പൂരിൻ്റെ അവസ്ഥ എന്താണ്?
ആ ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ്? കോൺഗ്രസ് നേതാവാണ്. അയാളാണ് അപ്പുറത്ത് പോയി RSSകാർക്കൊപ്പം ചേർന്ന് BJPക്കാരനായി മാറി, മുഖ്യമന്ത്രിയായി, ഏറ്റവും വലിയൊരു ഓർഗനൈസറായി, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓർഗനൈസറായി മാറി. അയാളാണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് മറുപടി പറയാമല്ലോ. പകരം നിങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ ശേഷിയുണ്ടോ എന്ന് ചോദിക്കുന്നതാണോ അതിൻ്റെ മറുപടി സേനാപതി? ശരത്തെ, ഞാൻ ഇതിന്റെ മറുപടി ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന, ഇപ്പോഴും എന്റെ ചോദ്യം, ഇപ്പോഴും അസാമിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ തടയണമെങ്കിൽ, അവരെ നേരിടണമെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് അല്ലേ ഉള്ളൂ, കോൺഗ്രസ് അല്ലേ അത് കഴിയുള്ളൂ. അതല്ല ഇനിയിപ്പോ നിങ്ങളുടെ ഇടതുപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അല്ലേ നിങ്ങൾ ആദ്യം ഏതാ ഉള്ളവരുടെ അവസ്ഥ ഇതാണ്. അല്ല, ഉള്ളവരുടെ അവസ്ഥയിൽ എന്താണ് കുഴപ്പം? ഉള്ളവരുടെ അവസ്ഥയിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് BJP കരുത്താർജിച്ചത് അവരൊക്കെ ഒന്നാം തരം സംഘപരിവാറുകാരായി മാറി. അവർക്കൊക്കെ അതിന് തക്കതായിട്ടുള്ള അധികാരം നൽകി. അവരൊക്കെ ഏറ്റവും അപകടം പിടിച്ച വർഗീയ ഭരണം കാഴ്ചവെച്ചു അസമിലും. ശരത്തെ, ഞാൻ ചോദിക്കുന്നത് ആ അസാമിനോട് ചേർന്ന് കിടക്കുന്ന 2 സംസ്ഥാനങ്ങളായിരുന്നല്ലോ ത്രിപുരയും പശ്ചിമ ബംഗാളും. അവിടെ നിങ്ങൾക്ക് 55% വോട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. 10, 35, 40 കൊല്ലക്കാലം തിരുവായിക്ക് എതിർവായി ഇല്ലാതെ നിങ്ങളല്ലേ അവിടെ വന്നിരുന്നത്. നിങ്ങൾക്കത് കൽപ്പാന്ത കാലത്തോളം തുടരാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവിടെ BJP അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി? അപ്പൊ നിങ്ങൾ പറയും കോൺഗ്രസ് അവരെ സഹായിച്ചു. അല്ല, ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ ഇത്രയല്ലേ ഉള്ളൂ. കോൺഗ്രസ് അപ്പാടെ BJP ആയി മാറി. അവിടുത്തെ CPM എന്റെ ചോദ്യം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അപ്പാടെ BJP ആയാലും നിങ്ങൾക്ക് അവിടെ ഭരിക്കാനുള്ള മജോറിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ. അപ്പൊ മുഖ്യ പ്രതിപക്ഷം ഇനി അപ്പാടെ അപ്പുറത്ത് പോയാലും മൃഗീയ ഭൂരിപക്ഷമുള്ള നിങ്ങൾ എങ്ങനെ അവിടെ ഇല്ലാതായി എന്നതാണ് ആ ഒരർത്ഥം. അത് കൂടെ നിങ്ങളൊന്ന് പറയണ്ടേ? ആ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെ അവിടെ ഇല്ലാതായി? നിങ്ങളിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൺഗ്രസിന്റെ ആ നേതാവ് പോയി, ഈ നേതാവ് പോയി, മറ്റേ നേതാവ് പോയി, ഈ ന്യായീകരണങ്ങളെല്ലാം പറയുമ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന, നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള, നിങ്ങളെ ആർക്കും എതിർക്കാനില്ലാതിരുന്ന ആ 2 സംസ്ഥാനത്തിൽ എങ്ങനെയാണ് അവിടെ BJPയുടെ വളർച്ചയുണ്ടായത്? അതിനൊരു മറുപടി വേണ്ടേ? നമുക്ക് അതിനൊരു മറുപടി വേണ്ടേ? അതിനൊരു മറുപടി വേണം. ബംഗാളാണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം. അതേസമയം താങ്കൾ തിരിച്ചങ്ങോട്ട് ഉന്നയിച്ച കാര്യങ്ങളുടെ മറുപടിയിലേക്ക് സേനാപതി കടന്നിട്ടുണ്ടോ? മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ മറുപടി. അല്ല, ആസാമിലെ അവിടുത്തെ നിയമസഭയിൽ 2 സീറ്റുകൾ CPM പ്രതിനിധികളാണ്. ആ നിയമസഭ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് ദുർബലമായ ഒരു സംസ്ഥാനം എന്ന് മാത്രമല്ല, കോൺഗ്രസ് എൻ ബ്ലോക്കായി തൃണമൂലും, ആ തൃണമൂൽ എൻ ബ്ലോക്കായിട്ട് BJPയുമായ സംസ്ഥാനമാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം ഈ തൃണമൂലുണ്ടാക്കി അദ്ദേഹത്തെ EDയും CBI ഒക്കെ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹം BJPയിലേക്ക് പോയി. ഇത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും പ്രതിഭാസമാണ്. CPM എന്തുകൊണ്ടാണ് ശിഥിലമായത്, അതെന്തുകൊണ്ടാണ് തകർന്നു പോയത് എന്ന് എൻ്റെ സുഹൃത്ത് സേനാപതി വേണു പറയുമ്പോൾ, ഈ മമതാ ബാനർജിയുടെ കൂടെ ചേർന്ന് CPMനെ തകർക്കുന്ന മഹാസഖ്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പം എന്താണ്, നമ്മൾ ഒന്നിച്ചാണ് ബംഗാളിൽ മത്സരിക്കുന്നത്. പക്ഷേ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ CPMനെയും കോൺഗ്രസിനെയും പെടുത്തുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന് പറയാം. ഈ വൈരുദ്ധ്യങ്ങളെ, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി സമീപിക്കാൻ കഴിയാത്ത ഉപരിപ്ലവമായ സമീപനമാണ് രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ ഈ ചർച്ചയിൽ മിസ്റ്റർ സേനാപതി വേണു വരെ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി വക്താവ് രാജസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിരീക്ഷണം ഓൺലൈൻ പോർട്ടലുകളിൽ ഇപ്പോൾ അത് വന്നു. ആ നിരീക്ഷണം ഞാൻ വായിച്ച് നോക്കുമ്പോൾ 12 സീറ്റുകൾ രാജസ്ഥാനിൽ ഉറപ്പിച്ചിരിക്കുക. അതിലൊന്ന് ഇന്ത്യ മുന്നണിയിലെ ശക്തമായ രാജസ്ഥാനിലെ ഘടകകക്ഷിയായ CPM സിക്കർ സീറ്റാണ്. സിക്കറിൽ CPM മത്സരിക്കുന്ന സീറ്റാണ്. ഒന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എവിടെയും എടുക്കാനും തൊടാനും ഒന്നും ഇല്ലാത്ത ആളുകളല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇടതുപക്ഷം. അതോടൊപ്പം തന്നെ എന്താണ്, ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളെ, ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രതിബദ്ധമായ നിലപാട് BJPയുടെ ഹിന്ദുത്വ അജണ്ടയുമായി ഒരർത്ഥത്തിലും സമരസപ്പെടാതെ, ഒരർത്ഥത്തിലും അതിനനുകൂലമായ ഒരു നിലപാട് ഒരു കാലത്തും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങളുടെ സ്ഥിതി എന്താ? ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നു, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു.
പണിയാൻ നിങ്ങളുടെ വക വെള്ളിച്ചില്ല, പ്രാണപ്രതിഷ്ഠയിൽ നിങ്ങളെ പങ്കെടുപ്പിച്ചില്ലെന്നുള്ള പരിഭവം. എന്നിട്ട് നിങ്ങളുടെ ഹിമാചൽ പ്രദേശ് സംസ്ഥാന സർക്കാർ അന്നേ ദിവസം സ്കൂളുകൾക്ക് അവധി. നിങ്ങളുടെ സിദ്ധാരാമയ്യയുടെ കർണാടകയിലെ സർക്കാർ എന്താണ്, അവിടുത്തെ ആരാധനാലയങ്ങളിൽ പ്രാണപ്രതിഷ്ഠയുടെ അനുബന്ധമായിട്ട് പ്രത്യേക പൂജ. അപ്പോൾ നിങ്ങൾ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. CAA നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര വിഷയമായി ഉയർന്നിരിക്കുക. കേരളം അതൊരു കേന്ദ്ര വിഷയമായി തന്നെ ചർച്ച ചെയ്യുക. പക്ഷേ ഈ പൗരത്വ നിയമത്തിൻ്റെ പ്രാഗ്രൂപം എന്താ? സേനാപതി വേണുവിനെ പോലുള്ള ഒരാൾക്ക് അറിയാതിരിക്കില്ലല്ലോ. 1985 രാഹുൽ ഗാന്ധി അസാം ഗണസംഗ്രാം പരിഷത്തും അസുവുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലുണ്ടായ ആസാം അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ 1987 അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായ ബൂട്ടാ സിംഗ് അവതരിപ്പിച്ച കുടിയേറ്റ വിരുദ്ധ നിയമമല്ലേ? ആ കുടിയേറ്റ വിരുദ്ധ നിയമത്തിലെ ഒരു വ്യവസ്ഥയല്ലേ മുസ്ലിങ്ങളും മുസ്ലിം ഇതരരുമായിട്ട് കുടിയേറ്റക്കാരെ വേർതിരിക്കുന്ന ഒരു വ്യവസ്ഥയല്ലേ ഇന്നത്തെ അമിത്ഷായുടെ ഈ ഭേദഗതിയിലേക്ക്, ഈ മൂല നിയമത്തിൻ്റെ 1955 മതനിരപേക്ഷമായ നമ്മുടെ പൗരത്വ നിയമത്തിൻ്റെ മതാധിഷ്ഠിതമായ ഭേദഗതിയിലേക്ക് എത്തിച്ചത്? അപ്പോൾ കോൺഗ്രസിന് ഹിന്ദുത്വ അജണ്ടയോട്, ഭൂരിപക്ഷ മതവുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ അജണ്ടയോട് എല്ലാ കാലത്തും ഒരു മൃദു സമീപനമുണ്ട്. അതുമായി നിങ്ങൾ സമരസപ്പെട്ടിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരിക. ശരി, അതെങ്ങനെയാണ് വോട്ടർമാർക്കിടയിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഏത് നിലയിൽ ഓരോ മേഖലയും എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ ബാധിക്കും? ഇവിടെ ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി. ശ്രീ ജയചന്ദ്രൻ, കേരളത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പരസ്യപ്രചാരണം അവസാനിച്ച് നാളെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു അന്തിമഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഈ പ്രചാരണ കാലമാകെ പരിശോധിച്ചാൽ എന്താണ് കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ? എന്താണ് ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്കും എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഇവിടുത്തെ 20 സീറ്റ്? അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചും താങ്കളുടെ ഒരു വിലയിരുത്തൽ. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ആ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ BJPയുടെ ഒരു അവസ്ഥ, ഈ അവർ പോലും പ്രതീക്ഷ കാണുന്ന, അല്ലെങ്കിൽ അവർ മത്സരരംഗത്ത് സജീവമാണെന്ന് അവർ ധരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവരൊരു 3-ാം സ്ഥാനത്തേക്ക് വളരെ പ്രകടമായി തന്നെ മാറപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ പൊതുവിൽ നിൽക്കുന്നുമുണ്ട്. തിരുവനന്തപുരമാണ് ഏത് നിലയിൽ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാവുന്ന ഒരു മണ്ഡലം, കുറേ കൂടി മത്സരം. പക്ഷേ അപ്പോഴും വിജയപ്രതീക്ഷയിലേക്ക് BJPക്ക് എത്താൻ കഴിയാത്ത ഒരു പ്രകടമായ സാഹചര്യം പ്രചരണ രംഗത്തു കൂടി തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? 3 മുന്നണികളെയും കുറിച്ച് താങ്കളുടെ ഒരു അസസ്മെൻറ്റ്. സ്ഥലത്തെ വളരെ സവിശേഷമായ ഒരു ഇലക്ഷനിയറിംഗ് ആണ് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞു പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ധാരണ ഉണ്ടാക്കിയത്, വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കിയത് ഞാൻ വിചാരിക്കുന്നു ഇടതുമുന്നണിയാണെന്നുള്ളത്. അതിപ്പോഴല്ല. അതിനെ കാണുന്നത് കഴിഞ്ഞ വർഷം തന്നെ 2023 തന്നെ അതിനുള്ള ഒരു ഈ നിലമൊരുക്കൽ നടന്നിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ആദ്യം നടന്ന താലൂക്ക് തല അദാലത്തുകൾ, അത് കഴിഞ്ഞ് ജില്ലാതല അദാലത്തുകൾ, അതിനുശേഷം ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട് പിന്നീട് നവംബർ 18 മുതൽ ഡിസംബർ 23 വരെ നടന്ന നവകേരള സദസ്സുകൾ, അത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒക്കെ ഉണ്ടാക്കിയ ചില ഗുണപരമായ പരിവർത്തനങ്ങൾ ശ്രദ്ധിക്കാതെ പോകാൻ കഴിയില്ല. ദൗർഭാഗ്യവശാൽ UDFും BJP മുന്നണിയും ആ ഗുണപരമായ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ നവകേരള സദസ്സിൽ ഉടനീളം 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തെ എങ്ങനെയാണ് യൂണിയൻ ഗവൺമെൻറ് ശ്വാസം മുട്ടിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് 140 മണ്ഡലങ്ങളും വിശദമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഓരോ ദിവസവും നടക്കുന്ന ഈ യോഗങ്ങളിൽ തലേ ദിവസത്തേക്കാൾ അധികം ആളുകളെ പിറ്റേ ദിവസം ആകർഷിക്കുന്ന തരത്തിലേക്ക് നവകേരള സദസ്സുകൾ മാറ്റിയെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വളരെ തീക്ഷ്ണമായി ഈ 140 മണ്ഡലങ്ങളിൽ ഉന്നയിക്കാൻ ഒക്കെ മന്ത്രിസഭയ്ക്ക്, മുഖ്യമന്ത്രിക്ക് വളരെ ഫലപ്രദമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്നാണ് ഈ ഡിസംബർ 14 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി അതിനെ ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രീം കോടതിയിലെ കേസ് കേരളം നീക്കുന്നത്. പിന്നാലെ ഫെബ്രുവരി 8 കേന്ദ്രവിരുദ്ധ സമരം ജന്തർ മന്ദറിൽ നടത്തുന്നു. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ നിലയിൽ അടിത്തറ ഒരുക്കുന്നതിനുള്ള എല്ലാ നടപടികളും
ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും LDFും അതിലെ ഓരോ പാർട്ടിയും അതിൻ്റെ നേതൃത്വവും താഴെത്തട്ടിലുള്ള യൂണിറ്റും എല്ലാം വളരെ ഫലപ്രദമായി നിർവഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കം സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അത്രയധികം ആഴത്തിലും പരപ്പിലും തന്നെയായിരുന്നു കേരളത്തിൽ നടന്നത്. ആ തരത്തിൽ നടത്താനായിട്ട് നമ്മളതിനെ താരതമ്യപ്പെടുത്തുമ്പോഴേക്ക് നിശ്ചയമായും കഴിഞ്ഞിട്ടില്ല UDFനോ BJPക്കോ എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. ഇവിടെ സംഭവിച്ച മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് മലപ്പുറവും പൊന്നാനിയും ഒഴിച്ച് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും LDFന് ബേസ് വോട്ട് എന്ന് പറയാവുന്നത് ഒരു 3 ലക്ഷത്തിനടുത്ത് വോട്ടുകളുണ്ട്. ബേസ് വോട്ടുകൾ LDFന്. അത് മലപ്പുറത്തും പൊന്നാനിയിലും അത്രത്തോളം വരണമെന്നില്ല. ഈ ബേസ് വോട്ടുകളെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ഉത്തരവാദിത്വം, വലിയൊരു അധ്വാനം, വലിയ പ്രശ്നങ്ങളില്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ പറഞ്ഞ നടപടികളിലൂടെ ഈ നവകേരള സദസ്സിലൂടെ നടത്തിയെടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല. UDFനെ സംബന്ധിച്ച് അവരുടെ ഒരു ബേസ് വോട്ട് അവർ 19 സ്ഥലത്തും ജയിച്ചിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ആഭിമുഖ്യം കൂടുതലായി കിട്ടും, നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് UDF. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവർക്കും ആ ബേസ് വോട്ടിൻ്റെ ആത്മവിശ്വാസം ഉണ്ടാകില്ലേ? ഉണ്ടാവും. UDF എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ ശക്തിയൊന്നും അല്ലല്ലോ കേരളത്തിൽ, നമുക്കറിയാവുന്നതല്ലേ. UDFന് നല്ല പ്രാധാന്യമുണ്ട്, കരുത്തുമുണ്ട് കേരളത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞത് LDF എന്ന രാഷ്ട്രീയ മുന്നണിക്ക്, ആ രാഷ്ട്രീയ സംവിധാനത്തിന് കേരളത്തിലെ ഈ മണ്ഡലങ്ങളിലുള്ള ബേസ് വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ അവർക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഇലക്ഷനിയറിങ്ങിൻ്റെ പ്രത്യേകതയായിട്ട് വിലയിരുത്തപ്പെടേണ്ടത്. അതിനുശേഷം സ്വന്തം വോട്ടുകളെ ഫലപ്രദമായി ഉറപ്പിച്ചു നിർത്താനുള്ളത് ഒരു മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. 2019 ഇടതുമുന്നണി കഴിയാതെ പോയതാണ്. സ്വന്തം ബേസ് വോട്ടുകളെ പോലും ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ പോയ പരീക്ഷണമായിരുന്നു, പാളിപ്പോയ പരീക്ഷണമായിരുന്നു 2019. അതിൻ്റെ പാഠങ്ങൾ മുഴുവൻ വ്യക്തമായി ബോധ്യപ്പെട്ട് പഠിച്ച് ഗൃഹപാഠം ചെയ്തു തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മുന്നണി ഇത് ചെയ്തു വന്നത്. അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബേസ് വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള വളരെ പ്രധാനമാണ്. അതിന് പിന്നാലെയാണ് ജയിക്കാൻ ആവശ്യമായ വോട്ടുകളെ സമാഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇങ്ങോട്ട് ഈ ഇലക്ഷൻ ഡേറ്റിൽ നടന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്തായിരുന്നു, ആരാണ് അജണ്ട സെറ്റ് ചെയ്തത്? അതാണ് പിന്നെ വരുന്ന അടുത്ത ചോദ്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അജണ്ട സെറ്റ് ചെയ്തത് ആരാണ്? നിശ്ചയമായും ഈ പ്രിയ സുഹൃത്ത് സേനാപതി വേണു ഇവിടെ ഉണ്ട് UDFൻ്റെ പ്രതിനിധിയായിട്ട്, BJPയുടെ ഇല്ല. എങ്കിലും അവരടക്കം നിസ്സംശയം സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചത് ഇടതുമുന്നണിയാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ്, പാർട്ടി സംവിധാനങ്ങളാണ്. ആ നിലയിലേക്ക് വരാനായിട്ട് UDFനോ BJPക്ക് തീരെയും കഴിഞ്ഞിട്ടില്ല. UDF പലതരത്തിലായ സ്കാറ്റേഡ് ചെയ്യപ്പെട്ടു പോയി, പല ഈ ഫോക്കസ് ഇല്ലാതെ ചെതറിപ്പോയി അവരുടെ ആയുധങ്ങളുടെ വിന്യാസങ്ങൾ. അതാണ് അവിടെ നിന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇടതുമുന്നണി അങ്ങനെയല്ല, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആയുധങ്ങൾ എങ്ങനെയാണ് വിന്യസിക്കേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന തരത്തിലുള്ള പ്രകടനം കൂടിയായിരുന്നു ഈ ഇലക്ഷനിയറിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനേക്കാൾ നന്നായിട്ട് ഒരു മുന്നണിക്ക് അധ്വാനിക്കാൻ കഴിയില്ല. അതായത് സേനാപതി വേണു അദ്ദേഹം പറഞ്ഞത് ഇടതുമുന്നണി അത്ര മികവോടെ വളരെ ദീർഘവീക്ഷണത്തോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ചുവടുവെച്ചെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പല കാര്യങ്ങളും സൂചിപ്പിച്ചു. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായ പല ദൗർബല്യങ്ങൾ അത് പരിഹരിക്കാനൊക്കെ എടുത്തിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു പൂർണ്ണതയിലെത്താത്തൊരു അന്തരീക്ഷമുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായ ഒരു സാഹചര്യമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തയാൾ മുഖ്യമന്ത്രിയാണ്. രാഹുൽ ഗാന്ധി വന്നിട്ടും മോദിക്കെതിരായ വോട്ടിനെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മറ്റ് നേതാക്കൾക്ക് അല്പം മയപ്പെടുത്തി പറയേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം കോൺഗ്രസ് നിൽക്കുന്നു. രാഹുൽ ഫാക്ടർ ഇല്ലാത്തത്, ഒരു സ്ഥിരതയില്ലാത്ത നേതാവ് എന്ന നിലയിലേക്ക് രാഹുൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം, സംഘടനാപരമായിട്ടുള്ള പരിമിതികൾ, മറുഭാഗത്ത് ഇടതുമുന്നണി കുറെ കൂടി വിപുലമായി നേരത്തെ തന്നെ നീങ്ങിയത് എന്ന നിലയിലേക്കൊക്കെ ഉള്ളൊരു അന്തരീക്ഷം ഇവിടെ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വെച്ചത്. അത് നിങ്ങളെ സംബന്ധിച്ചൊരു പരിമിതിയും വെല്ലുവിളിയുമാണോ? അല്ല, അതിനകത്ത് ബഹുമാന്യായ ജയചന്ദ്രൻ സാറ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പത്രപ്രവർത്തകനുമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ മൊഹോയിലേക്ക് എടുക്കുന്നു. ആ മൊഹോയിലേക്ക് എടുക്കുമ്പോൾ തന്നെ
ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നടത്തുന്നതിനേക്കാൾ മുമ്പേ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ശരത്തെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും തുല്യമായി ഒരേ രീതിയിൽ ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അത് സൂചിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു. ഈ രണ്ടു കൂട്ടരുടെയും മുന്നിൽ ശത്രുവായി അദ്ദേഹം, രണ്ടു കൂട്ടരുടെയും മുന്നിൽ, ഇടതുപക്ഷത്തിന്റെ മുന്നിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ജയിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിൽക്കുന്നു. അങ്ങനെ ജയിക്കാൻ കഴിയില്ല, അത് പിന്നീടുള്ള കാര്യം. പക്ഷെ അങ്ങനെ ജയിക്കണമെങ്കിൽ അവർക്ക് അതിന് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ. സ്വാഭാവികമായും അത് രാഹുൽ ഗാന്ധിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനു മുമ്പ് ഒരു മിനിറ്റും കൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ, KT പറഞ്ഞൊരു കാര്യത്തിലെ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. KT പറഞ്ഞത് അസാമിൽ ഉണ്ടായ കലാപവും കലാപത്തിന് ശേഷം രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ കലാപവും. ഞാൻ KTയോട് പറയുന്നത്, KT, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, അതിന്റെ നേതാവ് ശ്രീ പ്രഫുൽ മഹന്തയും ഭൃഗു പുകാനും. അപ്പോൾ ശരത്തിന് അത്ര ഓർമ്മയുണ്ടോന്നറിയില്ല, എനിക്കും KTക്കും ജയചന്ദ്രൻ സാറിനും ഒക്കെ അത് വളരെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. കാരണം ഒരു വിദ്യാർത്ഥി സംഘടന ഒരു സംസ്ഥാനത്ത് അത്രയും വലിയ, പിന്നീട് അത് ആസാം ഗണപരിഷത്ത് ആയി മാറി, മഹന്ത അവിടുത്തെ മുഖ്യമന്ത്രിയായി. ഞാൻ പറഞ്ഞത് 85-86 കാലഘട്ടത്തിൽ അസാമിലെ നെല്ലി എന്ന് പറയുന്ന ഒരു ജില്ലയിൽ മാത്രം ഉണ്ടായ വംശീയ കലാപത്തിൽ 3000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് ഇന്നത്തെ പോലെ TVയും മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലായില്ല. ഇത്ര വിഭജന കാലത്തേക്കാൾ ഭയാനകമായ രീതിയിലുള്ള വലിയ കൊലപാതകമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ശ്രീ രാജീവ് ഗാന്ധി എടുത്ത നയപരമായ ഒരു തീരുമാനം, ആ തീരുമാനത്തിന്റെ പരിണിത ഫലമായി അസാം കലാപം എന്നേക്കുമായിട്ട് ഒടുങ്ങുകയും അതിനുശേഷം അസാമിൽ പിന്നെ ബോഡോയൊക്കെ വന്നതിന് ശേഷം ചെറിയ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരു വംശീയ ധ്രുവീകരണവും വംശീയ കലാപവും അസാമിന്റെ മണ്ണിൽ എന്നേക്കുമായി അവസാനിച്ചത് 1987-ൽ ശ്രീ രാജീവ് ഗാന്ധി, യശസ്വരീയനായ ശ്രീ രാജീവ് ഗാന്ധി അന്ന് അദ്ദേഹം ഈ അസാം പിന്നീടല്ലേ അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം അവസാനിച്ച് അസാം എന്താ പറഞ്ഞ സാധാരണ രീതിയിലേക്കും ശാന്തമായും വന്നത് എന്ന് പറയുന്നത് ആ കരാറിനെ ബേസ് ചെയ്താണ്. അപ്പൊ ആ കരാർ 87-ന് ശേഷം അരനൂറ്റാണ്ട് കാലം കഴിഞ്ഞിട്ടും ആ കരാറുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇപ്പോഴത്തെ ഈ പൗരത്വ നിയമം ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ CAA എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കറിയാമല്ലോ, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങൾ, ഇപ്പൊ നമ്മളെല്ലാം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിലും അദ്ദേഹം നടത്തിയ ആ പ്രസംഗങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നു, വേറൊരു രാഷ്ട്രീയ നേതാവാണ് ആ പ്രസംഗം നടത്തുന്നതെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 153A പ്രകാരം കേസെടുക്കാൻ തക്ക രീതിയിലുള്ള ഗൗരവം എന്നല്ല, അത്ര ഒരു ഗുരുതരമായ വർത്തമാനങ്ങളല്ലേ പറയുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം വർഗീയത ഇളക്കി വിടുക, ആ വർഗീയതയിലൂടെ ആളുകളെ ചേരിതിരിപ്പിച്ച് ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് വേണ്ടി അവർ CAA പോലുള്ള നിയമങ്ങളെ ഇപ്പോൾ ദുരുപയോഗപ്പെടുത്താൻ ഇലക്ഷന്റെ 4 ദിവസം മുമ്പ് അല്ലെ 15 ദിവസം മുമ്പ് ഇതൊക്കെ പാസ്സാക്കുന്നത് സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങളെ നന്നാക്കാനൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പൗരത്വ അവിടെ സേനാപതി ഈ ചർച്ചയിൽ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രീ KTയിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ യോഗത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വീഡിയോ കാണുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 15,000 വാചകങ്ങളുണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ. പക്ഷേ CAA എന്ന 3 വാക്ക് എഴുതാൻ, 3 അക്ഷരം എഴുതാൻ, അത് റദ്ദു ചെയ്യും എന്ന് പറയാൻ കാട്ടിയ വലിയ വിമുഖത കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അതിന് മറുപടി പറയാൻ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ മോദി വിരുദ്ധ കാലത്തും കോൺഗ്രസ് പ്രതിരോധത്തിലായിപ്പോയി. അതിലൊരു ചെറിയ ഉദാഹരണം, കൊടി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വന്നു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടി വന്നു. CAA റദ്ദു ചെയ്യും എന്ന് നേരിട്ട് എഴുതി വെക്കാൻ കഴിയാത്ത വിധം ഒരു ഭയം, ഒരു ആശങ്ക കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട്. അത് വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ. അല്ല, ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയങ്ക ഗാന്ധി, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ വയനാട്ടിലെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി, ഇവരെല്ലാം ഏകസ്വരത്തിൽ, ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ വക്താക്കളായ ശ്രീ ജയറാം രമേശൻ, പവൻ ഖേരെ, ഇവരെല്ലാം അസന്നിഗ്ധമായ ഒരു കാര്യം ഞങ്ങളുടെ പ്രകടന പത്രികയുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രകടന പത്രികയിലെ പേജ് 8-ലും അതുപോലെ തന്നെ പേജ് 22-ലും ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്, ഇനി എന്തെങ്കിലും രീതിയിലുള്ള ആംബിഗ്വിറ്റി
അവ്യക്തത അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ ദേശീയ നേതാക്കൾ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള അവ്യക്തതയുമില്ല. അത് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ടി, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത് വിശദീകരിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ, കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളിൽ അവർ വലിയ തോതിൽ വെള്ളം ചേർക്കുന്നു, അല്ലെങ്കിൽ അതിൽ വല്ലാത്തൊരു ബലഹീനത അവർ കാട്ടുന്നു എന്ന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് പറഞ്ഞ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി, അതിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിലുള്ള പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ടർമാർ നൽകും എന്നാണ് കേരളത്തിലെ UDF കരുതുന്നതെങ്കിലോ ശ്രീ കെ ടി? അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ചെയ്യുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം പരിഗണിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാനാവില്ല. ഇവിടെ സേനാപതി വേണു പറഞ്ഞത്, ഞാൻ ഈ കുടിയേറ്റ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ടും ആസാം അക്കോർഡുമായി ബന്ധപ്പെട്ടും വിശദീകരിച്ച കാര്യങ്ങളിൽ ചരിത്രപരമായിട്ടൊരു പിശകുണ്ട് എന്നാണ്. ആ പിശക് എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, 1985 രാഹുൽ ഗാന്ധി നെല്ലിയ കൂട്ടക്കൊലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം ഗണസംഗ്രാം പരിഷത്തുമായി ചർച്ച നടത്തിയുണ്ടാക്കിയ അക്കോർഡ്, അത് ഈ രാജ്യത്ത് ആസാമിൽ സമാധാനമുണ്ടാക്കുന്നതിന് സഹായിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ആസാം അക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ 1987 ഇന്ത്യൻ പാർലമെൻറ്റിൽ അന്നത്തെ അമിത്ഷായായിരുന്ന, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, അന്നത്തെ അമിത്ഷായായിരുന്ന രാജീവ് ഗാന്ധിയുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ബൂട്ടാ സിംഗ് അവതരിപ്പിച്ച കുടിയേറ്റ വിരുദ്ധ ബില്ല്, ആ കുടിയേറ്റ വിരുദ്ധ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും അത് വലിയ ചർച്ച നടത്തും. ഇടതുപക്ഷ MP-മാർ, പ്രത്യേകിച്ച് CPM MP-മാർ ഇതിൽ മതപരമായ രീതിയിൽ കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരാക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകളുണ്ട്. മുസ്ലിങ്ങളായ ബംഗാളി സംസാരിക്കുന്ന ആളുകൾ പൗരത്വ ട്രിബ്യൂണലിന് മുമ്പിലേക്ക് വന്ന് അവരുടെ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയുണ്ടാക്കും ഈ ബില്ല് നിയമമായാൽ എന്ന വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ മാത്രമല്ല ആ വിമർശനം മുന്നോട്ട് വെച്ചത്. സേനാപതി വേണു പ്രതികരിക്കുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ എക്കാലത്തെയും കൂട്ടുകാരായ ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ MP-മാർ, ഈ കേരളത്തിൽ നിന്നുള്ള അന്നത്തെ സുലൈമാൻ സേട്ട് സാഹിബ്, അതേപോലെ തന്നെ പൊന്നാനി എന്നുള്ള മറ്റൊരു MP ആയിരുന്ന മുസ്ലിം ലീഗിൻ്റെ ബനാത്തുവാല സാഹിബ്, ഈ രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞ അതേ വാദങ്ങളാണ് അവിടെ പറഞ്ഞത്. ഈ രണ്ടുപേരും എന്താണ്, ഈ ബില്ല് പാസ്സാക്കാൻ വോട്ടെടുപ്പിൻ്റെ സമയത്ത് എന്താണ് കോൺഗ്രസും UDF-ഉം വിപ്പ് കൊടുത്തിട്ട് എന്താണ് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരുക ചെയ്ത്, ലോകസഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുക ചെയ്ത്. ഇത് സംബന്ധിച്ച ചർച്ചകളുടെ പ്രൊസീഡിങ്സ് രാജ്യസഭയിലും ലോകസഭയിലും നടന്ന ചർച്ചകളുടെ പ്രൊസീഡിങ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ആ കാലത്തെ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ആ 1987 കുടിയേറ്റ വിരുദ്ധ നിയമത്തിൻ്റെ മുസ്ലിം ഇതരരും അല്ലാത്തവരും എന്ന നിലക്ക് ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റക്കാരെ നിർവചിക്കുന്ന ആ വ്യവസ്ഥയുടെ വളരെ ബീഭത്സമായ ഒരു രൂപമാണ് ഇന്നത്തെ CAA, ഇന്നത്തെ പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ ഭേദഗതി നിയമത്തെ സേനാപതി വേണു പറയട്ടെ, പാർലമെൻറ്റിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അതിനെ തോൽപ്പിക്കാൻ ലോകസഭയിൽ പറ്റില്ല, അവിടെ BJP-ക്ക് ഭൂരിപക്ഷമുണ്ട്. രാജ്യസഭയിൽ NDAയിലെ ഘടകകക്ഷികൾ വരെ ഈ ബില്ലിനെതിരായിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികളെയും NDAയിലെ ഇതിനെ എതിർക്കുന്ന ആളുകളെയും ഏകോപിപ്പിക്കാനുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്കുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് ഉണ്ടായോ? രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു പ്രിയ സുഹൃത്തെ ആ സമയത്ത്? രാഹുൽ ഗാന്ധി മഹാനാണെന്നൊക്കെ നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഇന്ത്യ നിർണായകമായ ഒരു നിയമനിർമ്മാണത്തിൻ്റെ അപകട ഭീഷണിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്തോ പുറത്തോ അതിനെതിരായി പ്രതിഷേധം ഉയർത്തുന്ന ജനങ്ങളോടൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടില്ലല്ലോ. വയനാടിനെ പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിക്കാനും പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാനും ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ അമിത്ഷാ ഒരു ഫ്ലോർ എഞ്ചിനീയറിംഗിലൂടെ ഈ ബില്ല് നിയമമാക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു പ്രതിപക്ഷ ഫ്ലോർ എഞ്ചിനീയറിംഗിന് നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷത്തെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഈ ബില്ലിനെതിരായിട്ട് കൊടുത്ത അമെൻമെന്റ് നിർദ്ദേശങ്ങൾ വോട്ടെടുപ്പിന്റെ സമയമായപ്പോൾ പിൻവലിച്ചില്ലേ? ഇടതുപക്ഷം മാത്രമല്ലേ പ്രസ് ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ശരത്ത് പറഞ്ഞതുപോലെ തങ്ങളുടെ പ്രകടന പത്രികയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, നയപരമാണ്.
നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയോടുള്ള മൃദു സമീപനവുമായി ബന്ധപ്പെട്ടാണ്. പൗരത്വ നിയമത്തെ നിങ്ങൾ റദ്ദ് ചെയ്യുമെന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വന്നാൽ, അതിൽ കോൺഗ്രസിന് നേതൃത്വമുണ്ടായാൽ കോൺഗ്രസ് അത് റദ്ദ് ചെയ്യാൻ മുൻകൈയെടുക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ വരാത്തത് നിങ്ങളുടെ മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന വിമർശനമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ആ വിമർശനം സാങ്കത്യമുള്ളതല്ലേ? ആ വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് മറുപടി പറയാതെ എന്താ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, ED വരാത്തത് എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയത്തിലെ ബാലിശതയുണ്ടല്ലോ, ആ ചൈൽഡിഷായ സമീപനമാണ് ദേശീയ തലത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. ഫാസിസം കോൺഗ്രസ്സുകാരെയും മാർക്സിസ്റ്റുകാരെയും ഒന്നും വേർതിരിച്ചൊന്നുമല്ല ആക്രമിക്കാൻ പോകുന്നത്. കോൺഗ്രസ്സുകാർക്കൊരു സമാധാനമുണ്ട്, ഒരു ചാൻസ് ആണല്ലോ BJP-യിലേക്ക് പോകാൻ. അവർക്ക് എന്താണ് BJP-യിലേക്ക് പോകാം. പക്ഷേ രാജ്യം, അതിൻ്റെ മതനിരപേക്ഷത, അതിൻ്റെ ഫെഡറലിസം, അതിൻ്റെ ഭരണഘടന എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അപകടകരമായ ഒരു ചരിത്രസന്ധിയിലാണ് നമ്മൾ ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ എന്താണ്, കുറെ കൂടി വിശാലവും കുറെ കൂടി ഫ്ലെക്സിബിളും ഒക്കെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിയണമെന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കൊണ്ട് കോൺഗ്രസ് ആകെ UDF ആകെ പ്രതീക്ഷിക്കുന്നത് 2019 തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് തങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാകും എന്നാണ് അവർ കരുതുന്നതെങ്കിൽ ആ വിലയിരുത്തൽ പ്രസക്തമാണോ, കൂടുതൽ സാധ്യതയുള്ളതാണോ? എങ്ങനെയാണ് 19 നിന്ന് 24 എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയെ കേരളം മനസ്സിലാക്കുന്നത്? 2019-േതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനമോ അംശമോ ഈ പ്രചരണകാലം പിന്നിടുന്നൊരു ഘട്ടത്തിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരു ഏത് നിലയിലാണ് UDF ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പലരും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ, ഇപ്പോൾ മോദി ഭരണം എങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ എത്തിച്ചത് എന്നതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പലപ്പോഴും സംസാരിക്കുമ്പോൾ അതിനെ ഇപ്പോൾ ശ്രീ കെ ടി പറഞ്ഞതുപോലെ അതിനെ നേരിടേണ്ട മുഖ്യ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്ത്? കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും നിലയിൽ പാർലമെൻറ്റിനകത്ത് അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? വയനാട് MP എന്ന നിലയിൽ ഇത്തരം വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരുപോലെ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയമായി വിമർശിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അവിടെ രാഹുൽ ഫാക്ടർ 19-ലേതുപോലെ തന്നെ 24-ലും വർക്കൗട്ടാകും എന്ന് UDF വിശ്വസിച്ചാൽ, ധരിച്ചാൽ എന്താണ് സാഹചര്യം, എന്താണ് സാധ്യത? അതിൽ ഈ 2019 ഇടതുപക്ഷത്തിന് ഇവിടെ നേരിടേണ്ടി വന്ന കനത്ത പരാജയം മറ്റ് ഒരുപാട് ആൾക്കാരെ പോലെ തന്നെ എന്നെയും നിരാശപ്പെടുത്തിയത് തന്നെയാണ്. അത് തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ഇദ്ദേഹത്തിന്, രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സഹായകമാവുമെങ്കിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു പുതിയ ദിശാബോധത്തിലേക്ക് വരുമെങ്കിൽ നല്ലതായിരിക്കട്ടെ എന്നാഗ്രഹിച്ച ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും. പക്ഷേ നമ്മൾ ഈ 5 വർഷക്കാലം നോക്കൂ ശരത്തെ, ഒരു ദേശീയ നേതാവ് ദേശീയ പ്രശ്നങ്ങളോട് എടുക്കേണ്ട ഒരൊറ്റ കാര്യത്തിൽ പോലും നാളിതുവരെ ഒരു നിലപാടില്ലായ്മ, അത് മാത്രമാണ് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, CAA-യെക്കുറിച്ചും പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം, ഈ പുതിയ നമ്മുടെ 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പുതിയ പ്രതിഭാസം എന്താണെന്ന് അറിയുമോ? പുതുതല്ല, ഇപ്പോൾ കൂടുതൽ ആഴത്തിൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും കാണുന്നത് ഈ EBC എന്നൊരു വിഭാഗമുണ്ട്, എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതിതീവ്ര പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നതും, പിന്നെ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു OBC, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഈ EBC വിഭാഗവും OBC വിഭാഗവും ഒന്നിച്ച് BJPയോട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. കോൺഗ്രസ് ഇന്നേ വരെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ AICCയിൽപ്പെട്ട ആരെങ്കിലുമോ ഈ EBC OBC ഇഷ്യൂ എങ്ങനെയാണ് ഹിന്ദി ഹൃദയഭൂമിയെ ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ള ഒരു അവ്യക്തമായ ആലോചനയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കൂ. ചെയ്തിട്ടില്ല. ഇവരെ തടയാൻ പോകുന്ന, അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ ഒരു കരുത്തുണ്ടാക്കാൻ പോകുന്നത് ഈ പറയുന്ന അവിടുത്തെ UPയിലെ 82 സീറ്റ്, ബീഹാറിലെ 40 സീറ്റ്. ഈ 40 സീറ്റിൽ അവരെ വളരെ അതിശക്തിയായിട്ട് എമർജ് ചെയ്യാൻ പോകുന്നത് ഈ EBC OBC ഇഷ്യൂ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. ഒപ്പം തന്നെ ഈ EWS ഉണ്ടല്ലോ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നോക്ക സമുദായത്തിനുള്ള സംവരണം,
അത് കൊടുത്തുകൊണ്ട് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിനെ UP-യിൽ ഉൾപ്പെടെ കൂടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ BJP. അപ്പോൾ അവർക്കിടയിൽ സ്പ്ലിറ്റ് തുറന്നു വെച്ചിരിക്കുന്നത് BJP-യാണ്. അവിടെ കൺഷിറാം ഇല്ലാതെ പോയത്, മായാവതി അസ്തമിച്ചു പോയത് ഈ ഒരു മുന്നേറ്റം വന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പരാജയപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം എങ്ങനെയാണ് BSPയുടെ തകർച്ച തുടങ്ങിയത്, എങ്ങനെയാണ് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഒരു സാമാന്യമായ വിവരണം പോലും രാഹുൽ ഗാന്ധി ഇന്നേ വരെ നമ്മൾ രാജ്യത്ത് എവിടെയെങ്കിലും പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണുമോ എന്നറിയാനായിട്ട് ഇല്ല. ഇനി അത് നേരെ ഇങ്ങോട്ട് വന്നാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ BJP നിരന്തരമായി വരുത്തി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുണ്ടാവുന്ന ഏറ്റവും വിനാശകരമായ BJPയുടെ നിലപാടുകളെപ്പറ്റി, ഇടപെടലുകളെപ്പറ്റി ഇന്നേ വരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിലെ ഒരു MP പോലും പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്, കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ചുമതലയുള്ള ആളുകളൊക്കെ ശരി അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഈ MP ആയിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ MPക്ക് സ്വന്തം സംസ്ഥാനത്തിനെ പറ്റി നിലപാടുകൾ ഉണ്ടായിരിക്കണമെന്നേ. പ്രത്യേകിച്ചും പിന്നെ ഇവിടെ രമ്യ ഹരിദാസിനുള്ള നിലപാടാവരുത് വയനാട് MPക്ക് ഉണ്ടാവുന്നത്. കാര്യം രമ്യ ഹരിദാസ് ആദ്യമായിട്ട് ആലത്തൂരിൽ നിന്ന് MP ആയിട്ട് മത്സരം ജയിക്കുന്ന ആളാണ്. അവർക്ക് ആ തരത്തിലുള്ള പിന്നെ ധാരണക്കുറവുണ്ടാവാം വിശാലമായ കാര്യങ്ങളെപ്പറ്റി. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. പ്രധാനമന്ത്രിയാകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളാണേ. കഴിഞ്ഞ തവണ എന്തായാലും ആകുമെന്ന് തീരുമാനിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ദേശീയമായിട്ടായിരിക്കണം, ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടായിരിക്കണം. സ്വന്തം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കീർണമായ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും കഴിയുന്ന രാഷ്ട്രീയ ദാർശനിക ബോധമുള്ള ഒരു നേതാവായിരിക്കണം. അത് അത്തരത്തിലുള്ള ഒരു തലപ്പൊക്കവും പിന്നെ വാചകങ്ങളുള്ളതല്ലാതെ മാധ്യമങ്ങളുടെ ലാളനയിൽ ഇങ്ങനെ അഭിരമിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സ്വന്തം കർത്തവ്യങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും നിലപാടുകളെയും ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് കഴിയാത്ത നേതാവായി ഇദ്ദേഹം മാറിയിട്ട് കാലമെത്രയായി? ആ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ കേരളം വിശ്വസിക്കില്ല. ശരത്തെ ശ്രീ സേനാപതി ഒരു മറുപടി ഇക്കാര്യത്തിൽ, 2019 നിന്ന് കൂടുതൽ മികവിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയല്ല, കൂടുതൽ താഴേക്ക് പോവുകയായിരുന്നു എന്ന് വിമർശനപരമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സാഹചര്യമുണ്ട്. കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളുടെ ലാളനയേറ്റ് ഇവിടെ ഇങ്ങനെ വന്നു പോകുന്നത് ചിത്രീകരിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദേശീയ നേതാവിൻ്റെ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമുണ്ട് എന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഗൗരവമായ ചർച്ചയായി വന്നിട്ടുണ്ട്. നോക്കൂ, ഉദാഹരണത്തിന് ഇപ്പോൾ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഉത്തർപ്രദേശിലടക്കം ബീഹാറിലടക്കം 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശങ്ങളുണ്ട്. അദ്ദേഹം ആകെ പോയത് ഒരൊറ്റ ദിവസമാണ് എന്ന പ്രശ്നം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. ഇന്ത്യ മുന്നണി എന്നൊക്കെ നിങ്ങൾ കേരളത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1ാം ഘട്ടത്തിൽ UP-യിലും ബീഹാറിലും അടക്കം പ്രചരണ രംഗത്തേക്ക് രാഹുൽ ഗാന്ധി പോയത് ഒരൊറ്റ ദിവസമാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തത് വെച്ച് കേരളത്തിൽ വിമർശനപരമായി ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പോട്ടെ, കർണാടകയിലേക്ക് പോകാം. കർണാടകയിൽ 2019 നിങ്ങൾ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭയിൽ BJP തോറ്റു പുറത്തുപോയി. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റ സീറ്റിൽ ഒതുക്കി 25 സീറ്റ് BJP പിടിച്ചെടുത്തു. 24-ൽ ഈ 25 സീറ്റും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു വലിയ പോരാട്ടം കർണാടകയിൽ നടത്തേണ്ടി വരുമ്പോൾ അദ്ദേഹം എത്ര ദിവസം അവിടെ പ്രചാരണ രംഗത്ത് പോയിട്ടുണ്ട്? അദ്ദേഹത്തിന് അവിടുത്തെ DK ശിവകുമാറും സിദ്ധാരാമയ്യ അടങ്ങുന്ന ആ ടീമിനൊപ്പം നിൽക്കുകയും മത്സരിക്കുകയും ചെയ്തുകൊണ്ട് 1-ൽ നിന്ന് 25-ലേക്ക് പോവുകയും BJP ആകെ തറപറ്റിക്കാൻ കഴിയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ പോരാട്ടത്തിൻ്റെ മുൻപിൽ നിൽക്കാമായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനെയും മത്സരിച്ച് ചെയ്തില്ല. പ്രചരണ രംഗത്ത് സജീവമല്ല, ഉത്തരേന്ത്യയിലേക്ക് പോകുന്നില്ല, അമേഠിയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയാതെ രാഷ്ട്രീയമായി ഒളിച്ചു കളിക്കുന്നു. വയനാട്ടിലേക്ക് വന്നാൽ അദ്ദേഹം പോകുന്നിടത്തൊക്കെ കൊടി ഒളിപ്പിച്ചു വെക്കുന്നു. ഈ രൂപത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനൊരു രാഹുൽ ഗാന്ധിയെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോയത്. സേനാപതി, ശരത്തെ, ഒന്ന്, ജയചന്ദ്രൻ സാർ പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പിശകുണ്ട്. 2019-ലും അദ്ദേഹം പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. 2024 അദ്ദേഹം ആഗ്രഹിച്ചു നമുക്കറിയില്ലല്ലോ. അല്ല, അതല്ലേ പറഞ്ഞത്, അദ്ദേഹം ആഗ്രഹിക്കുക എന്നുള്ളതല്ല. ഞാൻ വേറെ കാര്യം പറയാം. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു എന്നറിയോ? 2014-ന് തൊട്ടു മുമ്പ് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും
അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എന്നാ പിന്നെ ഉണ്ടായിരുന്നു. ആകായിരുന്നില്ലേ? പിന്നെ അതിനെ നമുക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, കാരണം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്താനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹത്തിൽ അല്ല ഈ പൊതുപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ തന്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടികളും ഒക്കെ നടത്തുന്നു. ഇവിടെ ശരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ BJP-ക്കെതിരെ ഇത്ര ശക്തമായ നിലപാടെടുത്ത സധൈര്യം അവരുടെ ഈ ഭരണത്തിലെ കൊള്ളരുതായ്മകളെ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും, ഇവിടെ ബഹുമാന്യായ KT സൂചിപ്പിച്ച ഒരു കാര്യം, ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിനെതിരെ ആദ്യം ചർച്ചയ്ക്ക് തുടക്കമിട്ട കോൺഗ്രസ് പാർട്ടി അത് ശശി തരൂരാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിൽക്കുന്നു. 80 പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ എത്തുമ്പോഴേക്കും എന്താണ് ചിത്രം വരുന്നത്? നമ്മുടെ YSR കോൺഗ്രസിനെ പോലുള്ള അവിടെയും ഇവിടെയും ഇല്ലാതെ നിൽക്കുന്ന കക്ഷികൾ, അതുപോലെ തന്നെ ബിജു ജനതാദള്, നവീൻ പട്നായിക്കിന്റെ പാർട്ടി, ഇവരെല്ലാം ഏകപക്ഷീയമായിട്ട്, അതുപോലെ തന്നെ അകാലിദള്, ശിവസേന, ഗ്രൂപ്പുകൾ വ്യത്യാസമില്ലാതെ ഇവരെല്ലാം കൊടുത്ത പിന്തുണയുടെ പരിണിതഫലമായിട്ടാണല്ലോ ഇത് രാജ്യസഭയിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, CAA നിയമം വന്നപ്പോഴും 2019 മുതൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും 2024 ഇതിന്റെ അമെൻഡ്മെന്റ് വരുന്ന കാലഘട്ടത്തിലും ഈ ബില്ലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ അത് സഭകൾക്കകത്തും പുറത്തും സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ, സ്റ്റെബിലിറ്റി, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി എന്താ പറയുക, ഭരണരംഗത്തേക്ക് വരുമ്പോൾ അവരെ ഗുഡി എന്ന് പറഞ്ഞാൽ ചോക്കരി ഗുഡി എന്നൊക്കെ വിളിച്ച് അവരെ ആക്ഷേപിക്കുന്ന, അവർക്ക് നിലപാടുകളില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നു. കാരണം അന്ന് രാഷ്ട്രീയ രംഗത്ത് കാമരാജ് നാടാരെ പോലെ, മൊറാർജി ദേശായിയെ പോലെ, ബ്രഹ്മാനന്ദ റെഡ്ഡി, അങ്ങനെ വലിയ എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ ജയിച്ചാൻസ് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ എത്ര വർഷമായിട്ട് പറയുകയാണ്, അതേ ഒരു കുഞ്ഞാണ്, കുട്ടിയാണ്, എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിപ്പോ എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു? ഞാനിന്ന് അദ്ദേഹം അല്ല, നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ വാത്സല്യത്തോട് പറയണം. അദ്ദേഹത്തിന്റെ സകല കഴിവെടുത്ത് ഒരു ഫാസിസ്റ്റ് സർക്കാരിനെതിരെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വെച്ച് ഒരു പ്രതിപക്ഷത്തെ, ഒരു പാർട്ടിയൊക്കെ കൊണ്ടുവരേണ്ട ആ ഹൈറ്റിലെത്തേണ്ട കാലം എന്നേ അതിക്രമിച്ചു. 19 ശേഷം നിങ്ങൾ എക്സ്ക്യൂസ് പറയുകയാണ്. അല്ല, ആ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഇനിയും പഠിച്ചു വരും, ഇനിയും പഠിക്കും, പഠിച്ചിട്ട് അദ്ദേഹം നയിക്കും, അദ്ദേഹം മെച്ചപ്പെടും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന, അല്ല ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ സംവിധാനം, ആ സംവിധാനം ഇന്ത്യ മഹാരാജ്യത്ത് നിലവിൽ വന്നതും, അതായത് BJP-യുടെ NDA മുന്നണിക്കെതിരെ ഇന്ത്യയിൽ ഉടനീളം മത്സരിക്കാൻ കഴിയുമെന്നും വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യത ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ശ്രീ രാഹുൽ ഗാന്ധി. എന്നിട്ടാണോ ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കാതെ പോയോ? ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്ര ദിവസം ഈ പറഞ്ഞ നേർക്കുനേർ ഫൈറ്റ് ചെയ്യുന്നു? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നേ അദ്ദേഹം പിൻവാങ്ങിയെന്നേ. ഇല്ലെന്നേ. ഇതൊക്കെ ആരാ പറയുന്നത്? അദ്ദേഹം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം പറയും, ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ CAA പ്രകടന, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും എതിർത്തു എന്ന് പറയുന്ന ആളുകൾ പ്രകടന പത്രികയിൽ അന്തസ്സായി ആത്മവിശ്വാസത്തോടെ 2 വരി എഴുതി വെക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് അതേക്കുറിച്ച് ഈ വാചാലമാകുന്നത്? ഉത്തരേന്ത്യയിൽ ഫസ്റ്റ് ഫേസിൽ ഒരു ദിവസമാണ് പോയത് രാഹുൽ ഗാന്ധി. എന്ത് സമാധാനം? വയനാട്ടിലും കേരളത്തിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലും 2ാം ഘട്ടത്തിൽ നടക്കുന്നിടത്ത് അദ്ദേഹം എത്ര തവണ വന്നു? ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രകടന പത്രികയിൽ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ ഞങ്ങൾ ആ കാര്യം നിങ്ങളുടെ കോർ കമ്മിറ്റിയിൽ വെച്ചത് വെട്ടിമാറ്റപ്പെട്ടതാണ്. കരടിൽ അതുണ്ടായിരുന്നു. പ്രകടന പത്രികയുടെ കരടിൽ വളരെ ശക്തമായ ഭാഷയിൽ റദ്ദു ചെയ്യുമെന്നുണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ അത് വെട്ടിമാറ്റപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ ശക്തമായ വാർത്തയാണ് ദേശീയ തലത്തിൽ കണ്ടിട്ടുള്ള. ശരത് അത് കാണിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വാർത്തയായി ഇന്നലെ വന്നതാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ ശക്തമായി അത് എഴുതിയതാണ്. എല്ലാവരും ആ പത്ര കട്ടിംഗ് വെച്ച് വാർത്ത കൊടുത്താണ്. ഞങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ കെ ടി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. മനസ്സിലായി. അത് തീർച്ചയായും താങ്കൾ വ്യക്തിപരമായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല അതിൽ. ശ്രീ കെ ടി, ഒരു മറുപടി. രാഹുലിനെ കേന്ദ്രീകരിച്ച് UDF ഒരു വിജയപ്രതീക്ഷകൾ കെട്ടിപ്പൊക്കിയാൽ എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ച ചെയ്തു വന്ന ഭാഗത്തെ ഒരു പ്രധാന ഘടകം, വിഷയം. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് NDAക്കെതിരായിട്ട് ഒരു പ്രതിപക്ഷ ബദൽ ഉയർത്താൻ കഴിയുമെന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. കോൺഗ്രസിലെ പല നേതാക്കളും മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രിയാകണം
എന്നിവരെയുള്ള നിർദ്ദേശങ്ങൾ AICC-ക്കകത്ത് AICC-യുടെ വർക്കിംഗ് കമ്മിറ്റിക്ക് അകത്ത് തന്നെ ഉയർന്നു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇന്നേ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് NDA-ക്കെതിരായിട്ട് ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാം എന്ന അവസ്ഥ ഇന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പ്രധാനമായും റീജിയണൽ പാർട്ടികളുടെ മുൻകൈയിലുണ്ടാവുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. നമ്മൾ ഗൗഡ പ്രധാനമന്ത്രിയാവുമെന്ന് ചിന്തിച്ചിരുന്നോ? ഗുജറാത്ത് പ്രധാനമന്ത്രിയാവുമെന്ന് ചിന്തിച്ചിരുന്നോ? അതൊന്നും മുൻകൂട്ടി തീരുമാനിച്ചല്ലോ. ഇപ്പോൾ BJP-യെ പുറന്തള്ളാൻ കഴിയുന്ന ശക്തമായ ഒരു മതനിരപേക്ഷ നിലപാട് ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഘടനക്കകത്ത് പ്രത്യേകിച്ച് സ്വാധീനമുള്ള റീജിയണൽ പാർട്ടികളുടെ മുൻകൈയിൽ അതിൻ്റെ ഒരു കൂട്ടായ്മ, അതിന് മുൻകൈയെടുക്കാൻ ഏറ്റവും നന്നായി കഴിയുക 2004 പോലെ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടിക്കാണ്. ഇപ്പോൾ സേനാപതി വേണുവൊക്കെ ഞങ്ങളുടെ പാർട്ടി എത്ര ദുർബലമാണ്, അതെവിടെയാണ് ഉള്ളത്, എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായകമായ മുൻകൈ എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. കോൺഗ്രസിന് ആ ക്രെഡിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിച്ച് റീജിയണൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അംഗങ്ങളുടെ പിന്തുണയോടുകൂടി BJP-ക്കെതിരായിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വരണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച ഇന്ത്യ മുന്നണിക്കകത്തില്ല. അത് കോൺഗ്രസിൻ്റെ ചില അവരുടെ അരമന രഹസ്യങ്ങളാണ്. അവരുടെ അരമന രഹസ്യങ്ങൾ കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെങ്കിൽ കൂടുതൽ അംഗങ്ങൾ വേണം, അതുകൊണ്ട് എല്ലാവരും കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കണം. ഇപ്പോൾ ഈ ജയശങ്കറെ പോലെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു രാഷ്ട്രീയത്തെ ആക്ഷേപഹാസ്യത്തിൻ്റെ വളരെ 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 വില കുറഞ്ഞ വാചകടികളാക്കി മാറ്റുന്ന ചില വിദ്വാൻമാരുണ്ടല്ലോ. അവരൊക്കെ എന്താ പറയുന്നത്? 20 സീറ്റും ഇവിടുന്ന് ജയിച്ചു പോയാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചുകൂടെ? ഇങ്ങനെയുള്ള ലളിതയുക്തികൾ, കുറിയുക്തികൾ, ഇതിലപ്പുറത്ത് ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലവും സങ്കീർണമായ കേരളത്തിനും രാജ്യത്തിനും മുമ്പിൽ വ്യത്യസ്തമായ ഒരു അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ 2004 നോക്കൂ, ഒന്നാം UPA സർക്കാർ, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു സർക്കാർ എന്ന് പേരുകേട്ട ആ സർക്കാർ എങ്ങനെയാണ് വന്നത്? അന്ന് കേരളത്തിൽ നിന്ന് ഏതാണ് കോൺഗ്രസ് MP ഉണ്ടായിരുന്നത്? കേരളത്തിൽ നിന്ന് UDF MP-മാർ LDF MP-മാരാണ് ഉണ്ടായിരുന്നത്. അവരുടെ പിന്തുണയിൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട നിലയിൽ രണ്ടാം UPA സർക്കാരിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ആ രണ്ടാം സർക്കാരാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ വരവിന് വഴിയൊരുക്കിയത്. അപ്പോൾ ഒന്നാം UPA സർക്കാരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് ഒരു UDF, ഒരു കോൺഗ്രസ് MP പോലും ഉണ്ടായിരുന്നില്ല. എന്നിരിക്കെ 2024 കോൺഗ്രസിൻ്റെ ആ വാദത്തിന് ഏതെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നതാണോ? അതും ഇത്തവണ വോട്ടർമാർക്ക് മുമ്പിലെ ഒരു ഘടകമാണ്. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കൂടി പോവാം. തീർച്ചയായിട്ടും 2004 എങ്ങനെയാണോ BJP-യെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPM-ൻ്റെ 43 MP-മാർ, ഇടതുപക്ഷത്തിൻ്റെ 61 MP-മാർ, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് ഒരു ഉപാധിയും വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് ഇന്ന പദവികൾ വേണം, ഒരു ഉപാധിയുമില്ലാതെ BJP-യെ മാറ്റി നിർത്തുക എന്ന ഒറ്റ ഉപാധിക്ക് മുകളിൽ പിന്തുണ കൊടുത്തു. ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന 20 ഇടതുപക്ഷ MP-മാരും BJP-യെ മാറ്റി നിർത്തുന്ന ഒരു ഗവർണർ പിന്തുണ കൊടുക്കും. കോൺഗ്രസിൻ്റെ മാത്രം വിഷയമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കണമെന്നുള്ളത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നതല്ല 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര വിഷയം BJP-യെ മാറ്റി നിർത്തുക എന്നുള്ളത്. അതിന് കഴിയുന്ന രീതിയിൽ ഇന്ത്യൻ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ബദലുണ്ടാവും. നമുക്ക് ഈ ചർച്ചയുടെ അവസാന മിനിറ്റുകളിലേക്ക് പോകാം. ഞാൻ ശ്രീ M. ജയചന്ദ്രനിൽ നിന്ന് ചർച്ച ആരംഭിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ശ്രീ സേനാപതിയിലേക്ക് വരുമ്പോൾ, ശ്രീ സേനാപതി നേരത്തെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്ന് വെച്ചാൽ പാർട്ടിയും മുന്നണിയും വളരെ സജ്ജമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമരാഗ്നിയിലൊക്കെ അല്ലെങ്കിൽ ഇതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെയുള്ള കാലത്തൊക്കെ ഇപ്പോൾ VD സതീശനും K. സുധാകരനും തമ്മിലുള്ള ഒരു ഭിന്നതയുടെ പല അംശങ്ങളും പുറത്തു വന്നതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്നടക്കം KPCC ഫണ്ട് കൈകാര്യം ചെയ്ത 137-മായി ബന്ധപ്പെട്ട് 137 ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നൊരു ഭിന്നത വളരെ ശക്തമായി പുറത്തു വരുന്ന ഫോൺ സംഭാഷണം ഇന്ന് കൈരളി തന്നെ പുറത്തുവിട്ടു. അത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി സുസജ്ജമാണ് എന്നൊക്കെ പറയുന്നത്? ആളുകൾക്ക് ഒട്ടും വിശ്വസനീയമല്ല. ഇന്നത്തെ പ്രത്യേകിച്ച് പ്രചാരണം തീരുന്ന ഈ ദിവസം താങ്കൾ നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് കാര്യങ്ങൾ. അല്ല, 137 കഴിഞ്ഞ് 138 കഴിഞ്ഞ് 139 എത്തുകയാണ്. അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ വിശദമായിട്ട് എനിക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. വിവരങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ KT പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു അനുബന്ധ കാര്യം,
2004 നിങ്ങൾ 61 ഇടതുപക്ഷ ബ്ലോക്കും CPM ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകി BJP മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങൾ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയോ ആയി ഞങ്ങൾ മാറിയെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ശക്തി കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജയശങ്കറിനെ പോലുള്ള ആളുകളെ വളരെ പരിഹാസ രൂപേണ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് സേനാപതി. ഏകകക്ഷി ഭരണത്തിന്റെ ഹാങ് ഓവറുള്ള കോൺഗ്രസ് ഒറ്റക്കക്ഷിയാണെന്നൊന്നും പറഞ്ഞ് മസിൽ പിടിച്ച് നിൽക്കാതെ ഒരു മുന്നണി ഭരണത്തിന് വിധേയപ്പെട്ടതും അതിന് തയ്യാറെടുത്തു വന്നതും ആ കാലത്താണ്. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെയൊക്കെയുള്ള നേതാക്കളുടെ ഏകോപനത്തിലൂടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു മുന്നണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒരു പൊതു മിനിമം പരിപാടി രൂപപ്പെട്ടത്. അങ്ങനെ കോൺഗ്രസ് അതിന് വഴങ്ങേണ്ടി വന്ന നിലയിലേക്ക് കോൺഗ്രസും വന്നു. ഞാൻ അപ്പൊ ഇതിലൊന്നും പരസ്പരം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ഏകകക്ഷി ഭരണത്തിൽ പ്ലീസ് കേക്ക്, ഞങ്ങൾ ഏകകക്ഷി ഭരണത്തെ താലോലിക്കോ നാളെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് ഞങ്ങൾ ഒരു പ്രൊപ്പഗാൻഡയും നാട്ടിൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്നത് ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഇവിടെ KT സൂചിപ്പിച്ചു തന്നെ പറഞ്ഞു, ഇന്ത്യ ബ്ലോക്കിലെ ആളുകൾ അവർക്ക് സ്വീകാര്യനായ ആളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കട്ടെ. 2004 അതിനപ്പുറത്തേക്ക് ആർക്കും അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രിവിലേജിനുള്ള സ്പേസ് പോലും അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല. കോൺഗ്രസിന് വിശേഷിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുകയുമില്ല. അന്തരീക്ഷം തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഞാൻ ശ്രീ ജയചന്ദ്രൻ വളരെ അല്പം ശബ്ദരേഖ കേൾപ്പിച്ചുകൊണ്ട് നേരത്തെ സേനാപതി വേണു അത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ തരത്തിലാണ് പ്രതികരിച്ചത്. എന്താണ് VD സതീശനും K സുധാകരനും തമ്മിൽ ആ ടെലിഫോൺ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഇരുവർക്കുമിടയിൽ സംഭവിച്ചത്? അതിന് അധികം സമയമില്ല നമ്മുടെ മുമ്പിൽ, ഒന്ന് വേഗം കേട്ടുവരാം. കുറച്ച് ആകെ തുകയിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പിൽ വരവ് ചേർക്കും അല്ലേ? അങ്ങനെ ചെയ്യാം. ഓക്കെ. അല്ല പ്രസിഡന്റ് അതല്ല, ഇതിപ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ അതിപ്പോ മറ്റേ ട്രഷറ് പൈസ എടുക്കുന്നുണ്ടോ എന്നാണ് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെയല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിങ്ങിൽ വെക്കണം. അത് വെക്കാം, 12 മീറ്റിങ്ങിൽ വെക്കാം. ഇതിപ്പോ എല്ലാ അത് കുറച്ചുകൂടി ദീർഘമായൊരു ടെലിഫോൺ സംഭാഷണമാണ്. കൈരളി ന്യൂസിൻ്റെ എല്ലാ ബുള്ളറ്റിനിലും അതുമായി ബന്ധപ്പെട്ട ദീർഘമായ വിവരങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയുമുണ്ട്. പിന്നെ പറയാമെന്നാണ് K സുധാകരൻ അതേക്കുറിച്ച് പ്രതികരിച്ചത്. ശ്രീ M ജയചന്ദ്രൻ, നമുക്ക് നമ്മുടെ സമയം തീരുന്നുണ്ട്. വളരെ ക്യുക്കായി ഇത് K സുധാകരൻ ഇന്ന് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്. ഒരു വ്യക്തതയുമില്ല, കണക്കില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന സംഭാഷണമാണ് ഇരുവർക്കുമിടയിൽ വന്നിട്ടുള്ളത്. പക്ഷേ സജ്ജമായിരുന്നു തെരഞ്ഞെടുപ്പിനെന്നാണ് നേരത്തെ സേനാപതി പറയുകയും ചെയ്തത്. അതായത് ഇതൊക്കെ ഇതിൻ്റെ ഈ സംഭാഷണം തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. കാരണം നമ്മളായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്ഥലത്തെ സിസ്റ്റമില്ലായ്മ, വ്യവസ്ഥയില്ലായ്മ. എന്തിൻ്റെ വ്യവസ്ഥയില്ലായ്മ? സുതാര്യത. അങ്ങനൊരു സംഗതി, സുതാര്യത എന്നൊരു സംഗതി, ട്രാൻസ്പെറൻസി ഇല്ലായ്മയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പക്ഷെ മറ്റൊന്നുണ്ട്, ഞങ്ങൾക്ക് പൈസയില്ല, ഞങ്ങളുടെ എല്ലാം IT കൊണ്ടുപോയി എന്ന് വിലപിച്ചതാണ് AICC നേതൃത്വം. ഇവിടെ പൈസയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ IT പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ നമ്മളെപ്പോഴും എതിർക്കുന്നവരാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഈ വ്യവസ്ഥയില്ലായ്മയുടെ പേരിൽ ആയിരിക്കുമല്ലോ IT ഒക്കെ ഇവരെ പിന്നെയും കയറി പിടിക്കുന്നത് എന്ന് തോന്നിപ്പോകാതെ എന്ത് ചെയ്യും? അപ്പോൾ ഈ വ്യവസ്ഥയില്ലായ്മയുടെ മുമ്പിലും പണമില്ല എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ, പിന്നെ പറയാതെ ഇരിക്കുകയും ഇപ്പോൾ എൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ പോരല്ലോ, നമ്മൾ വാങ്ങിച്ചു വെച്ച പിരിച്ചെടുത്ത പണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ധൂർത്തടിച്ച് കളയുക എന്നുള്ളതിന് തുല്യമല്ല ഈ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റൈറ്റ്. ശ്രീ KT, താങ്കളുടെ കൂടി ഒരു അഭിപ്രായം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് എത്ര പിരിച്ചതെന്ന് ചോദിക്കുന്ന സംഭാഷണം അതിനകത്തുണ്ട്. അത് കണക്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന KPC പ്രസിഡന്റ് ശബ്ദം നമ്മൾക്കതിൽ കേൾക്കാം. ഒടുവിൽ മുമ്പ് പറഞ്ഞ 137 ചലഞ്ചിൽ ഒരുപാട് വീഴ്ച പറ്റിയിട്ടുണ്ട്, പിഴവുകൾ പറ്റിയിട്ടുണ്ട്, ഇനി ശാസ്ത്രീയമായി പഴുതടച്ച് സുതാര്യമായി നടത്താം അടുത്ത ഘട്ടത്തിൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? താങ്കളുടെ കൂടി അഭിപ്രായം വളരെ ചുരുക്കി. അല്ല, ജനങ്ങളോട് അക്കൗണ്ടബിൾ അല്ലാത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഫണ്ടിൻ്റെ കാര്യത്തിലും അതാണ് ചെയ്തത്. ഒരു അക്കൗണ്ടും ഇല്ല. ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പണം എന്തിന് ചിലവാക്കി, എവിടെ പോയി, എത്ര ബാക്കിയുണ്ട്, ഈ കാര്യങ്ങൾക്കൊന്നും KPCC അധ്യക്ഷന് ഒരു ഉത്തരവുമില്ല. ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുക, ഇഷ്ടം പോലെ ചിലവഴിക്കുക, ആരോടും കണക്ക് പറയേണ്ട. ഇത്
ജനവിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൽ എന്തോ പറയുന്നത് നവകേരള സദസ്സിനുള്ള ആ ഫണ്ടിന്റെ കൂടെ ഒരു കണക്കൊന്ന് പുറത്തു വിടണേ. കയറ്റി ഞാൻ ഇടപെടുകയെന്ന് വിചാരിക്കരുത്. നമ്മുടെ നവകേരള സദസ്സിന് വേണ്ടി പിരിച്ചിട്ടുള്ള ഫണ്ടും നവകേരള സദസ്സിൽ കൃത്യമായ ഫണ്ടുണ്ട്. നവകേരള സദസ്സ് ഒരു സർക്കാർ പരിപാടിയായി നടത്താണ്. സർക്കാർ അത് ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഫണ്ടാണ്. സർക്കാരിന് കൃത്യമായ സർക്കാർ ചെലവഴിച്ച ഫണ്ടിന് കൃത്യമായ കണക്കുണ്ട്. അത് CPM ഇടതുപക്ഷമൊന്നും പിരിച്ചതല്ല. കോൺഗ്രസിനകത്ത് ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുന്നത് കേരളീയർ മലയാളികളാകെ കേട്ടുകഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും മറുവാദം ഉന്നയിക്കുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് വസ്തുതയോടെ പ്രതികരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടതെന്നാണ് ഞാൻ ധരിക്കുന്നത്. താങ്കളത് അധികം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഞാൻ പിന്നീട് അതേക്കുറിച്ച് കൂടുതലായി ചോദിക്കാതിരുന്നത്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ പിരിവുമായി ബന്ധപ്പെട്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് 3 പേരിലേക്കും ഇനി എത്തുന്നില്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. 3 പേർക്കും വളരെയധികം നന്ദി.